അടുത്തത് അമൈൻസ്, നാലാമത്തെ ചാപ്റ്ററായിട്ട് വരും. ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആ ചാപ്റ്റർ പഠിക്കണം അത്ര ഒന്നുമില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നുണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമൈൻസ്. ഇത് പഠിക്കൽ ഈ ചാപ്റ്ററിൽ മസ്റ്റാണ്. സാധാരണ ചാപ്റ്ററിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ മൈൻഡ് ചെയ്യാതെ വിടില്ല, പക്ഷേ ഇത് വെച്ചിട്ട് വേണം പലതും പറയാൻ. കണ്ടല്ലോ, പ്രൈമറി അമൈനിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, സെക്കൻഡറി അമൈനിൽ 1 ഹൈഡ്രജൻ, ടെർഷറി അമൈനിൽ 1 ഹൈഡ്രജൻ ഇല്ല. ശരിക്കും അമൈൻസ് എന്ന് പറഞ്ഞാൽ അമോണിയൻ്റെ ഡെറിവേറ്റീവ്സാണ്. അപ്പോൾ അത് കാര്യം മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഈ ഹൈഡ്രജനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ പലതും വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഈ പ്രിപ്പറേഷൻ ഫസ്റ്റ് പറയുമ്പോൾ, പ്രിപ്പറേഷനിൽ ഇതിലൊരു 4 പ്രിപ്പറേഷൻ എഴുതി വെച്ചതുണ്ട്. ഇതിൽ 2 പേരുള്ളതൊക്കെ ഉണ്ട്, നെയിമൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചതാണ്. ഹോഫ്മാനൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സിൽ പറയുന്ന പോയിൻ്റ് എന്താ വെച്ചാൽ, നൈട്രോ കോമ്പൗണ്ട്സിന് റിഡ്യൂസ് ചെയ്താൽ എന്ത് കിട്ടും? അമൈൻസ് കിട്ടും. അതിൽ അയൺ സ്ക്രാപ്പും HCl യൂസ് ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രിഫേർഡ്. അങ്ങനെ പഠിച്ചില്ല നമ്മൾ പണ്ട്, തയോണൈൽ ക്ലോറൈഡ് പ്രിഫേർഡ് പറഞ്ഞ പോലെ. ഇവിടെ HCl നമ്മൾ റിയാക്ഷൻ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് HCl നമ്മൾ ചേർത്താൽ മതി. പിന്നെ HCl അങ്ങനെ റിയാക്ഷനിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രിഫറൻസ്. അത് നോക്കണേ. പിന്നെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷനാണ്. ഇതിൻ്റെ പ്രത്യേകത ചില പേരിൽ തന്നെ ഉണ്ട്. ബ്രോമമൈഡ് കേട്ടോ, ബ്രോമിനും അമൈഡുമാണ് റിയാക്റ്റൻറ്റ്. അപ്പോൾ പിന്നെ അങ്ങനെ എഴുതി പോകാൻ വളരെ സുഖമാണ്. NaOH പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് സിമ്പിളാണ്. പ്രത്യേകത വെച്ചാൽ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും, റിയാക്റ്റൻ്റ് എന്താ? അമൈഡ് അല്ലേ. അതിലൊരു ബന്ധം പറയണത് 2 കാർബണുള്ള അമൈഡ് എടുത്താൽ പ്രൊഡക്റ്റ് അമീനിൽ 1 കാർബണേ ഉണ്ടാവുള്ളൂ. അത് ചില ഡീഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ, തരം താഴ്ത്തല. കാരണം കാർബണിൻ്റെ എണ്ണം കുറഞ്ഞ് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ അത്. ഇനി അടുത്തത് നോക്കട്ടോ, ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, നെയിം റിയാക്ഷനാണ്. ഇതിലും പ്രൈമറി അമൈനാണ് കിട്ടുക. ഒരു താലിമൈഡ് എന്നാണ് റിയാക്ഷൻ തുടങ്ങുക, അത് എഴുതി പഠിക്കുക. പിന്നെ റിഡക്ഷൻ ഓഫ് അമൈഡ്സ്, ഇതതിനെ ഞാൻ പ്രത്യേകം പറഞ്ഞു വെച്ചാൽ, ഈ ഹോഫ്മാൻ ബ്രോമൈഡും ശരിക്കും അമൈഡിൽ നിന്ന് അമീൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, അമൈഡിനെ റിഡക്ഷൻ നടത്തിയാലും എന്ത് കിട്ടും? അമീൻ കിട്ടും. ആ റിഡക്ഷൻ്റെ പ്രത്യേകത, ഇതിൽ എത്ര കാർബണാണോ അമൈഡിലുള്ളത് അത്രയും കറക്റ്റ് കാർബണുള്ള അമീൻ കിട്ടും. കണ്ടോ? അതുകൊണ്ടാണ് എന്ത്, എത്തനമൈഡിനെ എങ്ങനെ എത്തനമീനാക്കും, ഹൗ ടു കൺവേർട്ട് എത്തനമൈഡ് ടു എത്തനമൈൻ എന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റ് എന്തേ പറ്റുള്ളൂ? ഈ റിഡക്ഷൻ ഓഫ് അമൈഡേ പറ്റുള്ളൂ. റെഡ്യൂസിങ് എഞ്ചിൻ ഉപയോഗിച്ച് ചെയ്യുക. അവിടെ ഹോഫ്മാൻ ബ്രോമോമൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഹോഫ്മാൻ ബ്രോമോമൈഡിൽ എത്തനമൈഡിനെ നമ്മൾ ചെയ്താൽ കിട്ടുന്ന അമൈൻ മെത്തനമീനാണ് കിട്ടുക, ഒരു കാർബൺ കുറയും. സംഗതി ഓടിയെന്ന് വിചാരിക്കണം. ഓക്കെ, അത് എക്സാമിന് ചോദിക്കുകയൊക്കെ ചെയ്യട്ടോ. ഞാൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈ ബോയിലിംഗ് പോയിൻ്റാണ് ഫസ്റ്റ് പറയേണ്ടത്. ബോയിലിംഗ് പോയിൻ്റ് കമ്പയർ ചെയ്യണത് എന്തിനാ വെച്ചാൽ, ഹൈഡ്രജൻ എണ്ണം ബോയിലിംഗ് പോയിൻറ്റിനെ നന്നായി ഡിപ്പെൻഡ് ചെയ്യും. കാരണം ബോയിലിംഗ് പോയിൻ്റ് ഹൈഡ്രജൻ ബോണ്ട്, ഒരു ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടായിട്ട് ബന്ധമുള്ളതല്ലേ. അപ്പോൾ കൂടുതൽ ഹൈഡ്രജൻ ഏതിലുണ്ട്? പ്രൈമറിയിലുണ്ട്. അപ്പോൾ പ്രൈമറിക്കാണ് ബോയിലിംഗ് പോയിൻ്റ് കൂടുതൽ, സെക്കൻഡറി, പിന്നെ ദെൻ ടെർഷറി. ഓക്കെ, പിന്നെ വാട്ടർ സൊല്യൂബിലിറ്റി പറയുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, വാട്ടറിൽ സൊല്യൂബിളാണ്. പിന്നെ ടെക്സ്റ്റ് പ്രത്യേകം പറയുന്നുണ്ട്, ആൽക്കഹോളിൻ്റെ അത്ര സൊല്യൂബിലിറ്റി ഉണ്ടോ ഇവർക്ക് വെച്ചാൽ ഇല്ല. അത് പറയല്ലോ, ഇതിൽ നൈട്രജനാണ്, ആൽക്കഹോൾ ഓക്സിജനാണ്. അതോ മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഓക്സിജൻ ആയതുകൊണ്ട് ആൽക്കഹോളാണ് മോർ സൊല്യൂബിൾ. ഓക്കെ, അത് വിട്ടു. അടുത്ത കെമിക്കൽ റിയാക്ഷൻ പറയുമ്പോൾ ഫസ്റ്റ് ബേസിക് ക്യാരക്ടർ ഓഫ് അമൈൻസ് തന്നെയാണ്. ഫസ്റ്റ് അമൈൻസ് ശരിക്കും എന്താണ്? അമൈൻസ് ലൂയിസ് ബേസ് ആണ്. ഇലക്ട്രോൺ പെയർ കൊടുക്കുന്ന ആൾ, ലോൺ പെയർ ഡോണറാണ്. അതുകൊണ്ടാണെന്ത്, അത് ലൂയിസ് ബേസ് ആയത്. അമോണിയ പോലെ തന്നെ, കാരണം അമോണിയ ഉണ്ടായതല്ലേ അമൈൻസ്. ഇനി അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺസ് പലതും ഉണ്ട്. അപ്പോൾ അമോണിയ പോലെ അമൈൻസും ബേസിക് നേച്ചറാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറിയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഈ പറയണത്. ഇതിൽ ടെർഷറിയാണ് മോർ ബേസിക് വരിക. അതിന് കാരണം ഇൻഡക്റ്റീവ് എഫക്റ്റാണ്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് കൊണ്ടാണ് ടെർഷറി മോർ ബേസിക് ആണത്. നന്നായി എഴുതി പഠിക്കണേ. പിന്നെ അടുത്ത പോയിൻ്റ് അമൈൻസ്, അലിഫാറ്റിക് അമൈൻസ്, അതിന് ആൽക്കൻ അമീൻസ് എന്ന് പറയട്ടോ. ആൽക്കൻ അമീൻസും അമോണിയയും കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് മോർ ബേസിക് ആറ്? അത് അലിഫാറ്റിക് അല്ലെങ്കിൽ ആൽക്കൻ അമീൻസ് ആണ്. അമോണിയ ബാക്കിലാണ്, പിന്നിലാണ് വരിക. അതിന് കാരണം ഇതന്നെയാണ്, ഇത് പ്ലസ് ഐ എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾ പഠിക്കുക. ദെൻ അടുത്ത പോയിന്റ് കണ്ടോളൂ. കമ്പാരിസണിൽ അലിഫാറ്റിക് അമൈൻസും അരോമാറ്റിക് അമൈൻസും അഥവാ അനിലിനുമായിട്ട് കമ്പയർ ചെയ്താൽ മോർ ബേസിക് അലിഫാറ്റിക് അമീൻസ് ആണ്. കാരണം അനിലിൽ റെസണൻസ് കൊണ്ട് എന്താണ്, ദി ലോൺ പെയർ പ്രസൻറ്റ് ഓൺ നൈട്രജൻ ഈസ് ലെസ് അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ എന്നാണ്.
റെസൊണൻസ് പറഞ്ഞാൽ ഈ ലോൺ പെയർ കൊടുക്കാൻ പെട്ടെന്ന് കിട്ടൂല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ദെൻ നെക്സ്റ്റ് അപ്പോൾ കമ്പാരിസണിൽ പിന്നൊരു പോയിൻ്റുള്ള കമ്പാരിസണിൽ അക്വ സൊല്യൂഷനിലുള്ള ബേസിക് ക്യാരക്ടർ കമ്പാരിസൺ കേട്ടോ. അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ഓർഡർ ഓഫ് ബേസിക് ക്യാരക്ടർ ഇൻ അക്വ സൊല്യൂഷൻ. അതിൽ ഓർഡർ ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ. മെത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുമ്പോൾ ഏറ്റവും ബേസിക് ടെർഷ്യറി ആണ്, അല്ല സെക്കൻഡറി ആണ്. അതേപോലെ എത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയാലും രണ്ടിലും ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു സെക്കൻഡറി ആണ്. പിന്നത്തെ സെക്കൻഡ് പ്ലേസിനാണ് നോക്കൂ, മെത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡിൽ പ്രൈമറിക്കാണ് രണ്ടാം സ്ഥാനം, എത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡിൽ ടെർഷ്യറിക്കാണ്. ആ ഡിഫറൻസ് കണ്ടല്ലോ ഓർഡറിൻ്റെ, അതൊന്ന് എഴുതി പഠിക്കണം. എക്സാമിന് ചോദിക്കും, എക്സാമ്പിളൊക്കെ പഠിക്കുക. ഏറ്റവും ലീസ്റ്റ് ഇവിടെ അമോണിയ. ഇനി അടുത്തത് നോക്കട്ടോ. അടുത്തത് നമ്മൾ റിയാക്ഷനിൽ വരുന്നത് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. അതെന്താണെന്നറിയില്ലേ, അതാണ് ഡയസോണിയം സാൾട്ട് ഉണ്ടാകുന്നത് തന്നെയാണ്. അത് നൈട്രസ് ആസിഡ് പറഞ്ഞ ആസിഡ് NaNO2 HCl ചേരുമ്പോൾ HNO2 എന്ന് പറഞ്ഞ ആസിഡ് അതിൽ നിന്ന് ഉണ്ടാവണതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഇതിൽ അലിഫാറ്റിക് ഡയസോണിയം സാൾട്ടിനെയും പറ്റി പറയുന്നുണ്ട്, അരോമാറ്റിക് ഡയസോണിയം സാൾട്ടും പറയുന്നുണ്ട്. അലിഫാറ്റിക് ഡയസോണിയം സാൾട്ടിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് ഉണ്ടായ ഉടനെ തന്നെ എന്താവും, അത് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് പോകും. അത് എടുത്തു വെക്കാനും സ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല. കുറച്ചും കൂടി സ്റ്റേബിൾ ചെയ്താൽ പിന്നെ അരോമാറ്റിക് ആയിട്ടുള്ള എന്താണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പോലുള്ളതാണ്. അത് ഡയസോട്ടൈസേഷൻ എന്ന് പറയും. അത് ഫസ്റ്റ് ഹലോ ആൽക്കൈൻസും പഠിച്ചതാണ്. ദെൻ നെക്സ്റ്റ് നോക്കട്ടോ, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. അതെന്താ പറയുന്നത് വെച്ചാൽ ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്നുള്ളതാണ്. അഥവാ അമൈൻസിൻ്റെ ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രൈമറി സെക്കൻഡറി ടെർഷറി അമൈൻ്റെ തിരിച്ചറിയുന്ന ടെസ്റ്റാണിത്. അപ്പോൾ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അതാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പ്രൈമറി സെക്കൻഡറി ടെർഷറിയിൽ പ്രൈമറി അമൈൻസ് ആണ് എന്ത് ചെയ്യുക, ഹിൻസ്ബർഗ് റിയേജൻ്റ് ആദ്യം റിയാക്ട് ചെയ്തിട്ട് ആ ബെൻസീൻ സൾഫോൺ അമൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട്, അത് പിന്നെ ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യും. അതേസമയത്ത് സെക്കൻഡറി അമൈൻസിൻ്റെ പ്രത്യേകത എന്ത് ചെയ്യും, അമൈഡ് തരും പക്ഷേ ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യില്ല. ടെർഷറി അമൈൻസോ അവിടെ റിയാക്ഷനേ ഇല്ല. അതിന് കാരണം എച്ചിൻ്റെ റിയാക്ഷൻ എഴുതി നോക്കിയാൽ മനസ്സിലായി, എച്ചിൻ്റെ എണ്ണവും അത് ബന്ധമുണ്ട് അതിന്. ദെൻ നെക്സ്റ്റ് കാർബൈലമീൻ റിയാക്ഷൻ. കുറേ പ്രാവശ്യം ചോദിച്ചതാണ് കാർബൈലമീൻ റിയാക്ഷൻ, അത് എഴുതി പഠിക്കുക. കാർബൈലമീൻ RNC ഒക്കെ പറഞ്ഞിട്ട് സാധനം ഒഫെൻസീവ് സ്മെല്ലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഇതിൽ സാധാരണ വ്യത്യസ്തമായിട്ട് അനിലിൻ ഭയങ്കര റിയാക്ടിവിറ്റിയാണ്. അനിലിൻ്റെ റിയാക്ടിവിറ്റി കൂടിയത് കൊണ്ട് ഹൈലി ആക്ടിവേറ്റിംഗ് ആയതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആ ഭാഗം ഒന്നും പഠിക്കുക. അതിലിപ്പം ബ്രോമിനേഷനിലൊക്കെ കണ്ടു പ്രൊഡക്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് ബ്രോമിൻ ഉപയോഗിക്കുമ്പോൾ വാട്ടറും അക്വസ് ബ്രോമിൻ ഉപയോഗിക്കുമ്പോൾ ഓർത്തോലും പാരയിലും ഒക്കെ എന്ത് വരുന്നുണ്ട്, ബ്രോമിൻ വരുമ്പോൾ നമുക്ക് ഒറ്റ ഇത് പൊസിഷനിൽ മാത്രം ഹാലജൻ ബ്രോമിൻ മതിയെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, ഈ അനിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആക്ടിവേറ്റിംഗ് ആ പവറൊന്ന് കൺട്രോൾ ചെയ്യുക. അതിന് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് അസറ്റൈലേഷൻ ആട്ടോ, അതൊന്ന് ഓർത്തുക. ഇൻ ഓർഡർ ടു പ്രിപ്പയർ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ അസറ്റൈലേഷൻ നടത്തിയിട്ട് വേണം ബാക്കി റിയാക്ഷൻ നടത്താൻ. അതൊരു മെയിൻ പോയിൻ്റാണ്. അതിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കുക, എല്ലാം പഠിച്ചു വെക്കുക. അതിൽ നൈട്രേഷൻ പഠിക്കാനുണ്ട്, അതുപോലെയുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നോക്കാം. ദെൻ ഡയസോണിയം സാൾട്ട് വീണ്ടും വരികയാണ്. കാരണം ഈ ചാപ്റ്ററിൽ ഒരു പ്രത്യേക ഹെഡിങ്ങിൽ തന്നെ ഡയസോണിയം സാൾട്ട് വരുന്നുണ്ട്. ഡയസോണിയം സാൾട്ട് കാരണം അത്രയും വേറെ പല ഓർഗാനിക് കോമ്പൗണ്ടിനെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ഡയസോണിയം സാൾട്ട്. ഇപ്പോൾ ഡയസോണിയത്തിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ യൂസ്ഡ് ഇൻ ദി ലബോറട്ടറി എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് മെനി അതർ കെമിക്കൽസ്. അപ്പോൾ അതിൽ നോക്കൂ, ഡയസോണിയം സാൾട്ട് പ്രിപ്പറേഷൻ, അതിനാണ് ഡയസോട്ടൈസേഷൻ എന്ന് പറയാം. നമുക്ക് നന്നായിട്ട് എഴുതി പഠിച്ചോ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഒക്കെ ഉണ്ടാവണം, എക്സാമ്പിൾ പഠിക്കാം. പിന്നെ വരുന്നത് നോക്കൂ, പ്രോപ്പർട്ടീസ് പഠിക്കണം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പലതും ഇതിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് പലതരം പ്രിപ്പറേഷൻ നമ്മൾ വേറെ പല ചാപ്റ്ററിൽ പഠിച്ചതൊക്കെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് പറയാം, എന്താ പറയുക, ഫീനോൾ ഉണ്ടാക്കാം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, അതിനെ വാട്ടർ ചേർത്ത് ചൂടാക്കിയാൽ എന്ത് കിട്ടും, ഫീനോൾ കിട്ടും. അതുപോലെ പലതും നിർമ്മിക്കാൻ എളുപ്പത്തിലൊരു മെത്തേഡാണെന്ത്, ഈ ഡയസോണിയം സാൾട്ട് എന്നുള്ളത്. ദെൻ ഇതിൽ തന്നെ ഗെറ്റർമാൻ റിയാക്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ സാൻമേസ് റിയാക്ഷൻ നേരത്തെ പഠിച്ച ഓർമ്മല്ലേ, അതെന്താ, ഡയസോണിയം സാൾട്ടിൻ്റെ കുപ്രസ് ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ഹാലോവാരീൻസ് ഉണ്ടാക്കുന്നത്. അവിടെ കോപ്പർ പൗഡറാണ് പകരം ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ്റെ പേരാണിത് ഗെറ്റർമാൻ റിയാക്ഷൻ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ലേ. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടുതലുണ്ടായാലും സാൻമേസിലാണ്. അപ്പോൾ ഡിഫറൻസൊക്കെ ചോദിക്കാം. ഓക്കെ. ദെൻ കപ്ലിംഗ് റിയാക്ഷൻ.
ഇതിപ്പോൾ ഈയിടെ അയച്ച് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഈ മോഡലിലൊക്കെ ഉണ്ട്. കപ്ലിംഗ് റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. കപ്ലിംഗ് റിയാക്ഷനിൽ ഉള്ളത് നോക്ക് 2 തരം, ഒന്ന് ഫിനോളിൻ്റെ കപ്ലിങ്ങും അതേപോലെ അനിലീനുമായിട്ടുള്ള. അപ്പോൾ പ്രൊഡക്റ്റ് നോക്ക് കപ്ലിങ്ങിൽ ഒന്ന് പാരാ ഹൈഡ്രോക്സി ആസോ ബെൻസീൻ ഉണ്ടാവണം. ഇതാ ഒരു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കപ്ലിംഗ് റിയാക്ഷനിൽ ഫീനോളായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഒരു ഓറഞ്ച് ഡൈ, അതിൻ്റെ പേരാണ് പാരാ ഹൈഡ്രോക്സി ആസോ ബെൻസീൻ. അതേപോലെ തന്നെ എന്തുണ്ട്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അനിലീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതാ വേറൊരു ഡൈ, ഇതും കപ്ലിംഗ് ആണ്, പാരാ അമിനോ ആസോ ബെൻസീൻ, ഒരു മഞ്ഞ കളറിൽ. അപ്പോൾ ഇതും ചോദിച്ചതാണ്, ശ്രദ്ധിക്കുക. പിന്നെ യൂസസ് ഓഫ് ഡയസോണിയം സോൾട്ട് ഞാൻ പറഞ്ഞല്ലോ, യൂസസും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക.